നമസ്കാരം, സ്റ്റാർ.py സ്വാഗതം. എൻ്റെ പേര് ജാജിഷ് തോമസ്. നമുക്കിന്ന് പൈത്തണിൽ ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ആർ ഐഡൻറ്റിഫയേഴ്സ് ഇൻ പൈത്തൺ? പൈത്തണിൽ ഐഡൻറ്റിഫയർ നമ്മൾ വിളിക്കുന്നത് ഒരു പ്രോഗ്രാമർ ഡിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് എന്നും പറയാം. പ്രോഗ്രാമർ ഡിഫൈൻഡ്, അതർ വേർഡ്സ് യൂസർ ഡിഫൈൻഡ്. In Python, an identifier is a programmer defined or user defined name. പ്രോഗ്രാമർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പേര് നമ്മളൊരു വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയോ, ഒരു ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയോ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പേരിനെയാണ്, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, an identifier is a programmer defined name given to a variable, function or class. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ പൈത്തൺ വേരിയബിൾസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വേരിയബിൾസ് നെയിംസിന് ഉള്ള ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസും അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നമ്മൾ വേരിയബിൾസും വേരിയബിൾ നെയിംസുമാണ് ഈ ലെസണിൽ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ വേരിയബിൾസ് ഇൻ പൈത്തൺ? In Python, a variable is a memory location used by the Python to store data. അതായത് നമ്മൾ വേരിയബിൾ എന്ന് പൈത്തണിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിൽ നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പ്ലേസ് ഹോൾഡേഴ്സ് ഫോർ ഡേറ്റ ഇൻ പൈത്തൺ പ്രോഗ്രാംസ്. ഓക്കെ, നമുക്കൊരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയിയുടെ പേര്, ആ പേരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. പേരെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, സ്ട്രിങ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ ആ ഒരു ഡേറ്റേനെ നമ്മളൊരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വേരിയബിൾ നെയിം ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ വേരിയബിൾ. നമ്മൾ പ്രോഗ്രാമിലൊക്കെ നമ്മൾ എഴുതുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് ഒരു വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യൂസർ അണ്ടർസ്കോർ നെയിം അല്ലെങ്കിൽ എംപ്ലോയി അണ്ടർസ്കോർ നെയിം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്. യൂസർ നെയിം എന്താണ്? യൂസർ നെയിം എന്ന് പറയുന്നത് ഒരു നെയിം. ഇതെന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്? ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതാണ് യൂസർ അണ്ടർസ്കോർ നെയിം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഒരു പേരാണ് നമ്മൾ എന്താണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയബിൾ നെയിം വെച്ചിട്ടാണ്. വേരിയബിൾ എന്താണ്? വേരിയബിൾ ഒരു മെമ്മറി ലൊക്കേഷനാണ്. അവിടെ പൈത്തൺ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ്. ഈ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ നെയിമിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്കതിനെ റെഫറൻസ് ചെയ്യാം. എങ്ങനെ റെഫറൻസ് ചെയ്യാം? ഈ വേരിയബിൾ നെയിം വെച്ചിട്ട് റെഫറൻസ് ചെയ്യാം. അതിനെ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത് തന്നെ. ദ ഡേറ്റ വാല്യൂ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ ക്യാൻ ബി ലേറ്റർ ചേഞ്ച്ഡ് ഇൻ ടു അനദർ ഡേറ്റ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പേരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ വേരിയബിൾ എന്നും വേരിയബിൾ നെയിം എന്നും പറയുന്നത്. ഇനി നമുക്ക് പൈത്തൺ വേരിയബിൾ നെയിമിംഗ് കൺവെൻഷൻ നോക്കാം. അതായത് റൂൾസ് ഫോർ ഡിഫൈനിങ് പൈത്തൺ വേരിയബിൾ നെയിംസ്. ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പൈത്തൺ വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വേറെ വേറെ ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, വേറെ ലെറ്റേഴ്സ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ എ എന്നുള്ള ഒരു ഐഡൻറ്റിഫയറും, ക്യാപിറ്റൽ എ എന്നുള്ളൊരു ഐഡൻറ്റിഫയറും സ്മോൾ എ എന്നുള്ള ഐഡൻറ്റിഫയറും, ഇത് രണ്ടും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് രണ്ടും സെയിം അല്ല. നമ്മളതിൻ്റെ ഒരു ശരിക്കും പറയുന്ന ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഈ യൂസർ അണ്ടർസ്കോർ നെയിം എന്നുള്ള വേരിയബിൾ നെയിമും ഈ യൂസർ അണ്ടർസ്കോർ നെയിം എന്നുള്ള വേരിയബിൾ നെയിമും വേറെ വേറെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്,
രണ്ടെണ്ണം ഉണ്ട്. ഈവൻ ഒന്ന് ചേഞ്ച് ആയ കൂടി തന്നെ അത് രണ്ടും വേരിയബിൾ വേറെ വേറെ വേരിയബിൾ നെയിമായിട്ടാണ് പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ വേരിയബിൾ നെയിംസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ഓഫ് ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർ. ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റും ന്യൂമറിക് വാല്യൂസും ചേർന്നത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ് എ ടു ക്യാപ്സ് ഇസഡ്, സ്മോൾ എ ടു സ്മോൾ ഇസഡ്, 0 to 9 ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടർ അണ്ടർസ്കോർ. ഈ ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് പൈത്തൺ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തേത്, പൈത്തൺ വേരിയബിൾ നെയിംസ് കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. നമ്മൾ നമ്പർ പൈത്തൺ വേരിയബിൾ നെയിം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ ഒരു വേരിയബിൾ നെയിം നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 1 യൂസർ അണ്ടർസ്കോർ നെയിം എന്നുള്ള വേരിയബിൾ നെയിം ഇല്ലീഗലാണ്. പക്ഷേ യൂസർ നെയിം 1 എന്ന് പറയുന്നത് ലീഗലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ ഒരു വേരിയബിൾ നെയിം 1-ൽ ന്യൂമറിക് വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ വേറൊരു പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേത്, പൈത്തൺ വേരിയബിൾ നെയിംസ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു ലെറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർസ്കോർ ക്യാരക്ടർ വെച്ച് മാത്രമേ നമുക്ക് ഒരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്പർ വെച്ചിട്ട് തുടങ്ങാൻ പാടില്ല, വേരിയബിൾ നെയിം തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് നോക്കാനുള്ളത്, പൈത്തൺ കീവേഡ്സ് ആർ നോട്ട് പെർമിറ്റഡ് ആസ് വേരിയബിൾ നെയിംസ്. അതായത് പൈത്തനകത്ത് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് കീവേഡ്സ് ആയിട്ട് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പൈത്തൺ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന വേർഡുകളാണ്. ആ വേർഡുകൾ നമ്മൾക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കീവേഡ്സ് എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, പൈത്തൺ ഓൾറെഡി റിസർവ് ചെയ്തിരിക്കുന്ന ചില വേർഡുകൾ നമുക്ക് വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അല്ല ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമുക്കിപ്പോൾ പൈത്തൺ നെയിമിംഗ് കൺവെൻഷൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കാം. ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആദ്യം ഓൾ സ്മോൾ ലെറ്റർ, എല്ലാ സ്മോൾ ലെറ്ററിൽ യൂസർ അണ്ടർസ്കോർ നെയിം എന്ന് ഉള്ളൊരു വേരിയബിൾ. രണ്ടാമത്തേത് ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ യുവിൽ യൂസർ അണ്ടർസ്കോർ നെയിം എന്നുള്ള വേറൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2 സ്ട്രിങ് വാല്യൂസാണ്. നമുക്കപ്പോൾ അതിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ പ്രോഗ്രാം എഴുതിയുള്ളൂ, അതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ പറഞ്ഞ ഫോൾഡർ, പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഈ കേസിൽ വേരിയബിൾ നെയിംസ് എന്ന് കൊടുക്കാം. വേരിയബിൾ നെയിംസ് ഡോട്ട് പി വൈ. ഇപ്പോൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൾഡറിൽ പോയിട്ട് ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫയല്. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് python.exe -m. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം. ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ ആദ്യം ഫസ്റ്റിൽ കമ്പയർ ചെയ്യണം. പൈത്തൺ കമ്പയർ ചെയ്യുന്നത് python.exe -m py_com py_compile. പിന്നെന്താണ് നമ്മുടെ ആ ഫയൽ നെയിം, വേരിയബിൾ നെയിംസ് ഡോട്ട് പി വൈ. ഓക്കെ, എററൊന്നും ഇല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അപ്പോൾ ഈ ബൈറ്റ് കോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ py_py _ ഈ ഫോൾഡറിലാണ് അത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. pyc എന്നാണ് ബൈറ്റ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. cd python.exe ആ ഫയൽ നെയിം. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്തത് ആദ്യത്തെ വേരിയബിളാണ്. നമുക്ക് ആദ്യത്തെ വേരിയബിളാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ
അത് ഈ വേരിയബിൾ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സെയിമാണ്, വേരിയബിൾ നെയിം രണ്ട് സെയിമാണ്. ഒരു വ്യത്യാസം മാത്രമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ യു ഇതിനകത്തുള്ള യൂസർ നെയിമിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ യു ആണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ വേരിയബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഡ് ചേഞ്ച് ചെയ്യണം. കോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പിന്നെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻറ്റ് രണ്ടാമത്തെ വേരിയബിൾ ക്യാപിറ്റൽ യൂസർ സേവ് ചെയ്യുക. ഓൾട്ട് F പിന്നെയും കമാൻഡ് പ്രോംപ്റ്റിൽ പോവുക. ആ ഫയൽ കിടക്കുന്ന ഫോൾഡറിൽ പോവുക. അതായത് ഡി ഡ്രൈവിൽ പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ആ ഫയൽ കിടക്കുന്നത്. ബാക്ക് ടു പൈത്തൺ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ റൺ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ, കമാൻഡ് തന്നെ, python.exe -m py_compile പിന്നെ ഫയൽ നെയിം വേരിയബിൾ നെയിംസ്.py കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഫോൾഡറിൽ ഒന്നുകൂടെ പോവുക. പിന്നെ ആ പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കുക. python.exe ആ കമ്പയർ ചെയ്ത ഫയലിൻ്റെ നെയിം. ഇപ്പോൾ ഈ കേസിൽ അത് രണ്ടാമത്തെ വേരിയബിളാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ യൂസർ നെയിമും രണ്ട് സെപ്പറേറ്റ് വേരിയബിൾ നെയിംസ് ആയിട്ടാണ് പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് പൈത്തൺ വേരിയബിൾസ് കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ നമുക്ക് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും അണ്ടർസ്കോറും അല്ലാത്ത വേറൊരു സ്പെഷ്യൽ ക്യാരക്ടർ നമുക്ക് വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് യൂസർ അണ്ടർസ്കോർ നെയിം എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ നെയിം. അവിടെ നമുക്ക് അണ്ടർസ്കോർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അണ്ടർസ്കോറിന് പകരം നമുക്ക് ഒരു ഹൈഫൻ കൊടുത്ത് നോക്കാം. യൂസർ ഹൈഫൻ നെയിം ഈക്വൽ ടു ജജീഷ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ വേരിയബിൾ നെയിം അണ്ടർസ്കോറിന് പകരം നമ്മളിപ്പോൾ ഹൈഫനാണ് കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ നെയിം യൂസർ അണ്ടർസ്കോർ നെയിം എന്നാണ്. അതിന് നമ്മൾ അണ്ടർസ്കോർ മാറ്റിയിട്ട് അണ്ടർസ്കോർ പെർമിസിബിളാണ്. പെർമിസിബിൾ അല്ലാത്ത ഹൈഫൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കതിനെ സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. python.exe മോഡ്യൂൾ py_compile പിന്നെ ആ ഫയൽ നെയിം നമ്മുടെ പൈത്തൺ സോഴ്സ് കോഡ് ഫയൽ നെയിം. എൻ്റർ. നമുക്കിവിടെ സിൻടാക്സ് എറർ വരുന്നുണ്ട്. നമ്മൾ ഈ ഹൈഫൻ അണ്ടർസ്കോറിന് പകരം ഹൈഫൻ യൂസ് ചെയ്യാൻ നമ്മളെ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും പിന്നെ അണ്ടർസ്കോറും ആണ് നമ്മുടെ പൈത്തണിൽ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഐഡൻറ്റിഫയർ നെയിം പൊതുവെ പറഞ്ഞ ഐഡൻറ്റിഫയർ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കിനി ഒരു വേരിയബിൾ നെയിം ന്യൂമറിക് വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ന്യൂമറിക് വാല്യൂ ഇല്ല. ബിഗിൻ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു ആൽഫബറ്റിലാണ് ഇത് തുടങ്ങുന്നത്. സ്മോൾ ലെറ്റർ യുവിലാണ് ഈ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കതിന് പകരം 1 എന്ന് പറഞ്ഞ നമ്പറിൽ ആ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് സേവ് ചെയ്യാം. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ നോക്കാം. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ സെയിം python.exe കമ്പയർ ചെയ്യാനുള്ള ആ സിൻടാക്സ് പിന്നെ ഫയൽ നെയിം വേരിയബിൾ നെയിംസ് variable_names.py അത് നമ്മുടെ പൈത്തൺ സോഴ്സ് കോഡ് ഫയൽ നെയിമാണ്. നോക്കുക, നമ്മളത് എൻ്റർ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻവാലിഡ് ഡെസിമൽ ലെറ്ററൽ സിൻടാക്സ് എറർ എന്നാണുള്ള ഒരു എററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ക്ലിയർ ആയി? അതായത് നമുക്ക് ഒരു പൈത്തൺ വേരിയബിൾ നെയിം ഒരു ന്യൂമറിക് വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിനി പൈത്തൺ കീവേഡ് നമുക്ക് ഒരു വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പൈത്തൻ്റെ കീവേഡ് എന്ന് ഒരു കീവേഡിന് ഒരു ഉദാഹരണമാണ് ബ്രേക്ക്. ഈ ബ്രേക്ക് എന്ന് പറയുന്നത് പൈത്തൺ കീവേഡാണ്. നമ്മളൊരു വേരിയബിളായിട്ട് അസൈൻ ചെയ്യാൻ നോക്കുകയാണ്. നമുക്കിനി സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ നോക്കാം. നമുക്ക് അങ്ങനെയും നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻവാലിഡ് സിൻടാക്സ് എറർ എന്നാണ് വരുന്നത്. ഇൻവാലിഡ് സിൻടാക്സ് എറർ. നമുക്കപ്പോൾ കീവേഡും നമുക്ക് ഒരു വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് പൈത്തൺ കീവേഡ്സ്, അതായത് സെറ്റ് ഓഫ് വേർഡ്സ് റിസർവ്ഡ് ബൈ പൈത്തൺ റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീവേഡ്സും നമുക്ക് ഒരു വേരിയബിൾ നെയിമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ലെസണിൽ പഠിച്ച പൈത്തൺ കൺസെപ്റ്റുകളുടെ സമ്മറി ഒന്നുകൂടി നോക്കാം. നമ്മൾ ഈ ലെസണിൽ നോക്കിയത് പൈത്തൺ വേരിയബിൾസ് എന്താണ്,
പൈത്തൺ വേരിയബിൾ നെയിംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ലെസണിൽ നോക്കിയത്. അതുപോലെ തന്നെ റൂൾസ് ഫോർ ഡിക്ലെയറിങ് എ പൈത്തൺ വേരിയബിൾ, ഒരു പൈത്തൺ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള നെയിമിംഗ് കൺവെൻഷൻ, അതായത് റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ലെസണിൽ നോക്കിയത്. ഈ ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ലെസണിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.